പാർട്ട് 2 ഇല്ലസ്ട്രേഷനിൽ നമ്മളിന്ന് കാണിക്കുന്ന ഡീറ്റെയിലിംഗ് ആണ്. ഡീറ്റെയിലിംഗ് ഞാൻ യൂസ് ചെയ്യുന്നത് വാട്ടർ കളർ വെച്ചിട്ടാണ് ഡീറ്റെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബ്ലൗസിൻ്റെ പോർഷൻ ഡീറ്റെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജസ്റ്റ് നെക്ക് ലൈനിൽ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ട് ബോഡി ഫുള്ള് ഫ്ലോറൽ മോട്ടീഫാണ് ചെയ്യുന്നത്. പിന്നെ ചെറിയൊരു ഡോട്ട് വരുന്ന രീതിയിലും ബ്ലൗസിൽ വരുന്നുണ്ട്. ഇതിൽ ഞാൻ ഇപ്പോൾ ഒരു ഗോൾഡൻ ആ ഒരു എഫക്റ്റ് കിട്ടാൻ ഗോൾഡൻ കളറും പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡും ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കളർ എൻഹാൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, വർക്ക് കുറച്ച് എൻഹാൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഷെയ്ഡിങ്ങിന് ഒരു ബ്രൗൺ ഇതും ടിൻറ്റും കൊടുക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഒരു ലെയർ യെല്ലോ ഗോൾഡൻ കളറ് വാട്ടർ കളർ നമ്മൾ കംപ്ലീറ്റ് ബേസ് കൊടുത്തിട്ട് അതിൻ്റെ മേലിൽ നമ്മൾ ഓറഞ്ച് ഷെയ്ഡ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെയിം ഫ്ലോറിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ഹെവി ആയിട്ടൊന്നും ചെയ്തേക്കുന്നില്ല. ഫസ്റ്റ് ബ്ലൗസിന് എന്താണോ ബേസ് കൊടുത്ത് ആ രീതിയിൽ ബേസ് കൊടുത്തിട്ട് അതിൻ്റെ മേലിൽ നമ്മൾ ഓറഞ്ച് ഷെയ്ഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്കേർട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ ഓൾറെഡി ലേസൊക്കെ കംപ്ലീറ്റ്ലി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ബ്ലാങ്ക് ആയിട്ട് വരുന്ന പോർഷനിൽ നമ്മൾ ഈ ബ്ലൗസിന് കൊടുത്ത് സെയിം ഫ്ലോറൽ മോട്ടീഫ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ ബേസ് നമ്മൾ ഗോൾഡൻ കൊടുത്തിട്ട് അതിൻ്റെ മേലിൽ ഓറഞ്ച് ഷെയ്ഡ് വെച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്കേർട്ടിൻ്റെ ആ പോർഷൻ ഗോൾഡൻ ഓറഞ്ച് വെച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബ്ലൗസിൽ ബ്ലാങ്ക് ആയിട്ട് വരുന്ന കുറച്ച് പോർഷൻ ഉണ്ട്. ആ ബ്ലാങ്ക് ആയിട്ട് വരുന്ന പോർഷനിൽ നമ്മൾ ചെറിയൊരു ബൂട്ട പോലെ ജസ്റ്റ് ഒരു ഡോട്ട് പോലെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ദുപ്പട്ടയും ഹെവി ആയിട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ സെയിം ഡോട്ട് പാറ്റേൺ തന്നെ പോയേക്കുവാണ്. പിന്നെ ദുപ്പട്ടയുടെ എൻഡിൽ നമ്മളൊരു ലേസ്, ഒരു ഇപ്പോൾ എല്ലാ ദുപ്പട്ടാസിലും വരുന്നൊരു ലേസാണ്, ജസ്റ്റ് ഒരു സ്ട്രോക്ക് ഇങ്ങനെ ചെയ്ത് പോവുക ചെയ്തേക്കുന്നത്. ഗോൾഡൻ വാട്ടർ കളർ പെൻസിലാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ ഡെപ്ത് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ സ്കേർട്ടിനും ബ്ലൗസിനും എല്ലാം ചെയ്യുന്ന പോലെ ബ്രൗൺ ഷെയ്ഡ് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഷെയ്ഡ് ചെയ്ത് പോവുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ പിന്നെയും ബ്ലൗസിൻ്റെ പോർഷനിലോട്ട് പോകും. സ്കേർട്ടിലും ഈ ഒരു സെയിം സംഭവം തന്നെ ചെയ്യും. ഡെപ്ത് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ കളേഴ്സ് ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സ്കേർട്ടിൻ്റെ ആ ഒരു വരുന്ന നമ്മൾ ഫ്ലോറിൽ ചെയ്ത പോർഷനിലും ബ്ലാങ്ക് ആയിട്ട് വരുന്നിടത്ത് ജസ്റ്റ് ഡോട്ട് പോലെ ഇട്ട് പോയിട്ട് ഡെപ്ത് തോന്നിക്കാൻ ബ്രൗൺ കളർ വാട്ടർ കളർ പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഈ സെയിം തന്നെ നമ്മൾ ഓവറോൾ ഈ ഒരു എൻ്റെ ഔട്ട്ഫിറ്റിൽ നമ്മൾ ഈ സെയിം ടെക്നിക്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഡെപ്ത് തോന്നിക്കാൻ വേണ്ടിയിട്ട് ലേസ് പോർഷനുകളിലും ഈ ഒരു സെയിം ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഇതിൽ ചെറിയൊരു ബ്ലാക്ക് ടിൻറ്റും കൂടെ കൊടുക്കുന്നുണ്ട് വാട്ടർ കളർ വെച്ചിട്ട്. കാരണം ഷെയ്ഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാക്ക് ഒരു വാട്ടർ കളറും കൂടെ കൊടുക്കുന്നത്. പിന്നെ ഒരു റിയലിസ്റ്റിക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എൻഡ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ആ ഒരു ഇത് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും വേറെ പുതിയ ടെക്നിക്കും കാര്യങ്ങളുമായിട്ട് ഇല്ലസ്ട്രേഷൻസ് ഇനിയും ചെയ്യുന്നതാണ്. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ ഇത് വേണം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.